യെസ്, മറ്റത്തൂർ വിഷയത്തിൽ തൃശൂർ DCCയുടെ വിവരങ്ങൾ പ്രതികരണം അറിയേണ്ടതുണ്ട്. ഇപ്പോൾ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മാധ്യമങ്ങളെ കാണും. തെറ്റ് തിരുത്തിയില്ലെങ്കിൽ അയോഗ്യരാക്കാനുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. 10 ദിവസത്തിനകമാണ് അത് ചെയ്യേണ്ടത്. ആ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു. എന്നിരുന്നാലും അവിടെ നിന്ന് ബന്ധപ്പെട്ടവരൊക്കെ വിളിച്ച് ഇവർ തെറ്റ് തിരുത്താൻ തയ്യാറാണ് എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് അവർക്ക് അതിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നു. അവർക്ക് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ച് ആ തെറ്റ് ബോധ്യപ്പെട്ട് ജനങ്ങളോട് വിളിച്ചു പറയുകയാണെങ്കിൽ അന്നേരം KPCCയുമായി ആലോചിച്ച് അവരുടെ നടപടികളെക്കുറിച്ച് പുനഃപരിശോധിക്കും. അതല്ലാത്ത പക്ഷം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇവരെ അയോഗ്യരാക്കാനുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിൻ്റെ പ്രൊസീഡിങ്സ് ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ വിപ്പിൻ്റെ ഒപ്പിട്ടിട്ടുള്ള ശേഖരണവും അത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാജിവെച്ച് തെറ്റ് തിരുത്തിയാൽ അവരെ അയോഗ്യരാക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകാം, പക്ഷെ അതിനൊരു ടൈം പീരീഡ് വെക്കുന്നുണ്ടോ? അല്ലല്ല, ഞാൻ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഉണ്ടായ മിനിഞ്ഞാന്ന് തന്നെ പറഞ്ഞതാണ്. അത് ചെയ്യാത്തത് കൊണ്ടാണ് അന്ന് വൈകുന്നേരം തന്നെ ഇവരെ പുറത്താക്കിയത്. ഇന്നലെയും അവരുടെ ഭാഗത്തുനിന്ന് പലരും ബന്ധപ്പെട്ടിരുന്നു. അന്നേരവും ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇന്നാണ് പിന്നെ വർക്കിംഗ് ഡേ. ഇന്ന് അതിനുള്ള ഒരു സമയം കൂടെ അനുവദിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളുമായി ഞങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. ഇന്ന് രാജിവെച്ചില്ലെങ്കിൽ അയോഗ്യരാക്കുന്ന നടപടി മുന്നോട്ട് പോകും. അല്ല, ഇന്നലെ വർക്കിംഗ് ഡേ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അത് ചെയ്യാവുന്നുള്ളവർക്ക് ഇന്നലെ ഇപ്പോൾ പലരും അതിൽ പറഞ്ഞു. ഞങ്ങൾ ഒരു മെമ്പർ വിളിച്ചു പറഞ്ഞു എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ല, തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെക്കട്ടെ എന്നുള്ളത് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് അതിൽ ക്ലിയർ കട്ടായിട്ട് ഞങ്ങളുടെ നയം ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വർഗീയ കക്ഷികളുമായി ഒരു കാരണവശാലും സഹകരണം പാടില്ല. അവരുടെ സഹകരണം ആവശ്യപ്പെടാൻ പാടില്ല. ഇവർ ആ സമയത്ത് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അതിന് വോട്ട് ചെയ്തു എന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഓപ്ഷൻ ആ സ്ഥാനം രാജിവെക്കലാണ്. യെസ്, മറ്റത്തൂർ വിഷയത്തിലാണ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് സംസാരിച്ചത്. അതായത് അവർ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ ഉടൻ തന്നെ അയോഗ്യരാക്കുന്ന നടപടികളിലേക്ക് നീങ്ങും എന്നാണ് അദ്ദേഹം പറയുന്നത്.